ലാല്, ഇന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ വളരെയധികം സമയം എൻ ശ്രീകുമാർ എടുത്തത് ദേശാഭിമാനിയെ പരാമർശിച്ച് സംസാരിക്കാനായിരിക്കുമെന്ന് ലാല് വിചാരിക്കുന്നു, കരുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുഖ്യമന്ത്രി പറഞ്ഞൊരു ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ, ഒന്ന് കാണാം. ജൂൺ 5 തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. റൈറ്റ്. ലാൽകുമാർ, ജൂൺ 5 ദേശാഭിമാനിയാണ് അദ്ദേഹം ആധാരമാക്കിയത്. ശ്രീകുമാറും അതേക്കുറിച്ച് പറഞ്ഞു. 2026 ജൂൺ 5 ദേശാഭിമാനി ആദ്യം ഈ വാർത്ത ഇങ്ങനെ കൊടുത്തു: വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, നിക്ഷേപം വരും എന്ന നിലയിൽ, അതും അദാനിയുടെ ഓഹരി കച്ചവടവും വിൽപ്പനയും എന്ന നിലയിലല്ല എന്നുകൂടി കാണാം. അതിനകത്ത് ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി എന്ന് പറഞ്ഞിട്ട് ജൂൺ 5 അതായത് UDF സർക്കാരിൻ്റെ കാലത്താണ്. അതാണ് ആദ്യം ദേശാഭിമാനിയാണ് അറിഞ്ഞതും ചെയ്തതും എന്ന ധ്വനിയോടെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അത് ഏറ്റെടുത്താണ് ശ്രീകുമാർ ഇവിടെ സംസാരിച്ചത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജൂൺ 3 അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരൊന്നും അദ്ദേഹം വായിച്ചില്ല, തിരുവനന്തപുരത്ത് എവിടേക്കോ മാത്രം വന്നു എന്നാണ്. പക്ഷേ മാതൃഭൂമി തന്നെയാണത് പ്രസിദ്ധീകരിച്ചത്. ജൂൺ 3 ഇതേ വർഷം 2026 ഇതേ വാർത്ത: അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ. ജൂൺ 3 ദേശാഭിമാനിക്ക് മുമ്പേ കാണാം. അത് മുമ്പ് കാണുന്നതാണ് ഇൻഫ്ര എന്ന് പറയുന്ന ETയുടേതാണ്, എക്കണോമിക് ടൈംസിൻ്റേതാണ്. ജൂൺ 1 മുംബൈയിൽ നിന്ന് ബൈലൈൻ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. P. മനോജ് എഴുതിയിരിക്കുന്നു. അതിനകത്താണ് അവിടുത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കാരിയറായിട്ടുള്ള, അല്ലെങ്കിൽ ഈ തുറമുഖത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ക്ലയൻ്റായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനി തന്നെ അവിടേക്ക് വരുന്നു ഓഹരി ഏറ്റെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് ആദ്യം എഴുതുന്നത് എക്കണോമിക് ടൈംസാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈ വാർത്തകൾ വരുന്നത്. അപ്പോൾ ദേശാഭിമാനിയിൽ വന്നൊരു വാർത്തയെ വാർത്താ സമ്മേളനത്തിൽ സ്പെസിഫിക്കായി ചൂണ്ടിക്കാട്ടി കൊണ്ടുവന്നുള്ളൊരു ശൈലിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അപ്പോഴാണ് P. രാജീവൊക്കെ പറഞ്ഞത്, ഒരു കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രി ആധികാരികമായി തന്നെ പറയാൻ ശ്രമിക്കണം, വസ്തുതാപരമായി വിരുദ്ധമായ തെറ്റായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. വിഴിഞ്ഞത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ലൈൻ എന്താണ്? ലാൽ. ഞാൻ ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പം വളരെ കാഷ്വലായിട്ടുള്ള അല്ലെങ്കിൽ കൊളോക്കിയൽ വേർഡ്സ് പൊതുവെ എനിക്ക് കടന്നു വരുന്ന ഒരാളാണ്. അത് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും എൻ്റെ ആപ്റ്റ് മലയാളം അല്ലാത്തതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ശേഷം എന്നോട് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഷാ പ്രയോഗത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറയരുത്, അത് ഒരു തെറ്റായ പ്രയോഗമാണ്. കാര്യം നമ്മുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ കള്ളം അദ്ദേഹം പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു നെഗറ്റീവ് കൊണോട്ടേഷനുണ്ട്. അത് അദ്ദേഹം അസത്യം പറഞ്ഞു എന്ന് പറയുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുക എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം. അത് ഞാൻ ആദ്യം പറഞ്ഞ പ്രയോഗം മാറ്റിയിട്ട് ഇപ്പം അദ്ദേഹം അസത്യം പറയുന്നു അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഉള്ള പ്രയോഗത്തിലേക്ക് ഞാൻ മാറി. പക്ഷേ കണ്ടൻറ് ഇൻ സബ്സ്റ്റൻസ് ബോത്ത് ആർ സെയിം. അപ്പം ഞാൻ രണ്ടാമത്തെ പ്രയോഗത്തിലേക്ക് മാറിയിരിക്കുന്നു. അതാണ് ആദ്യം പറയാനുള്ളത്. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്ന നിലയിൽ വ്യക്തിപരമായി ഞാൻ കാണുമ്പം ഇത്രയും മുഖ്യമന്ത്രി സംസാരിക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാര്യം, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര അഗ്രസീവായി ആണ് അദ്ദേഹം. ഇത് ഇച്ചിരി ഒരു എൻ്റെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ എൻ്റെയും കൂടെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഇതാണ് കേട്ടോ. അദ്ദേഹം ഇന്ന് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത്. എന്തൊരു ഭാഷാപ്രയോഗം അത്! എൻ്റെ ഭാഷാപ്രയോഗത്തെക്കുറിച്ച് ഞാൻ ആത്മവിമർശനം നടത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ഒരു മുഖ്യമന്ത്രിയുടെ വഴിയിൽ നിന്ന് വരേണ്ട വാക്കുകളായത്. എന്താ അദ്ദേഹത്തിന് കൂടുതലായിട്ട് പറയാനുണ്ടാകുക? ഇപ്പോൾ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. അപ്പോൾ അദ്ദേഹം എന്തോ കയ്യിലിരിപ്പുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അല്ല, എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ നിലവാരമില്ലാത്ത ഒരാളിലേക്കാണ് പലപ്പോഴും കൂപ്പുകുത്തുന്നത്. അപ്പോൾ കള്ളത്തരം പറയുന്നു എന്നുള്ളതല്ല, അസത്യം പറയുന്നു എന്നുള്ളതല്ല, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷാ നിലവാരത്തിനകത്തൊരു വലിയ പ്രശ്നം അത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ആരെയും പേടിപ്പിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് നീങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരായി പേടിക്കാനിരിക്കുന്നത്? ഒരു കേസ് എടുക്കുമായിരിക്കും നമുക്കെതിരെ, അതല്ലേ, ഒരു കള്ളക്കേസ് എടുക്കുമായിരിക്കും. അതല്ല എന്തെങ്കിലും ചെയ്യുമോ? ഇനി താങ്കൾ വന്ന വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, പുട്ടിങ് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശ്രീമാരേട്ടൻ പറഞ്ഞ് കേൾക്കുമ്പം നമുക്ക് വളരെ ലോജിക്കലാണെന്ന് തോന്നുമെങ്കിലും
അതിനകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അതിനകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം, നിങ്ങൾ സെബിയുടെ അടുക്കൽ അപ്രോച്ച് ചെയ്ത് നിങ്ങൾ ഇവിടെ ഒരു ഷെയർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടക്കാൻ പോവുക എന്ന് അവരെ ഇൻറ്റിമേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദേ ആർ 100% കോൺഫിഡൻറ്റ് ദാറ്റ് ദ ഷെയർ ട്രാൻസ്ഫർ വിൽ ഹാപ്പൻ, അല്ലേ? ഷെയർ ട്രാൻസ്ഫർ പൂർണ്ണമായും നടക്കുമെന്നുള്ള ബോധ്യത്തിലാണ്, അല്ലേ? സെബി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അവർ അപ്രോച്ച് ചെയ്യുമോ? ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയെ അപ്രോച്ച് ചെയ്യാനുള്ള ഈ പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻസ് എന്താണ്? ആ കോൺഫിഡൻസ് ആണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ ഈ പറയുന്ന മംഗലാപുരം യാത്ര. ആ മംഗലാപുരം യാത്രയെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ നമ്മൾ ചോദ്യം ചോദിച്ചല്ലോ, ആരാണ് ഇതിന് ഫണ്ട് ചെയ്തത്? ആ ചാർട്ടേഡ് ഫ്ലൈറ്റ്സിന് പോകാൻ ആരാണ് ഫണ്ട് ചെയ്തത്? മുഖ്യമന്ത്രി സിമ്പിളായിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ളതല്ലേ ഉള്ളൂ. ഈ പറയുന്ന അദ്ദേഹം മൂകാംബികയെ പോയതാണ്. ഒരു കോൺഗ്രസ് വക്താവ് പറഞ്ഞാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരെയും ഈ പറയുന്ന കേരളത്തിൽ നിന്ന് മൂകാംബിക വരെ ചാർട്ടേഡ് ഫ്ലൈറ്റ് പോയ ചരിത്രമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പോലും ആകുന്നതിന് മുമ്പ്, ആകുമോ ഇല്ലയോ എന്നുള്ള തീരുമാനമാകുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെ പോയി? അടുത്ത ചോദ്യമാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ? ഞാൻ ആര്യാട മുഹമ്മദിൻ്റെ ആരാണ്ടെ കാണാൻ പോയതാണ്. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? ആർക്കാ വിശ്വാസം വരിക? അപ്പം അദ്ദേഹം ഇപ്പം വീണിടത്ത് കിടന്ന് ഉരുളുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. നോക്കൂ, ദേശാഭിമാനി വാർത്തയാണ് കൂട്ടിയത്. ഇപ്പോൾ ഡോക്ടർ ഐസക് തന്നെ സൂചിപ്പിച്ചത്, 5-ാം തീയതിയിലെ വാർത്ത 3-ാം തീയതി തന്നെ ആണ് നേരത്തെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നത്. മാതൃഭൂമിക്ക് പിന്നെ ഇച്ചിരൂടെ ഒരു മര്യാദ ഉണ്ട് കേട്ടോ. മാതൃഭൂമി റിപ്പോർട്ട് 3-ാം തീയതി ചെയ്ത കാര്യം 5-ാം തീയതി ദേശാഭിമാനി ചെയ്തു. പിന്നെ ദേശാഭിമാനി 5-ാം തീയതി തന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞ് മാതൃഭൂമി വീണ്ടും എഴുതി. അത് മാതൃഭൂമിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേക സിദ്ധിയാണ്. ഇംഗ്ലീഷുകാർ അത് എഴുതിയിട്ടില്ല. എന്തായാലും മാതൃഭൂമി പറഞ്ഞിരിക്കുക, ഒന്നാലോചിക്കണം. അതൊരു പ്രത്യേക സ്ഥിതിയാണ്. മാതൃഭൂമി അത് വാർത്തയാക്കി. അത് പ്രത്യേക സ്ഥിതിയാണ്. 3-ാം തീയതി അവർ പറഞ്ഞത്, 5-ാം തീയതി അപ്പൊ ദേശാഭിമാനി 5-ാം തീയതി പറഞ്ഞ അവർ സത്യത്തിൽ അത് അവരുടെ വാർത്തയാണ്. മാധ്യമ മത്സരത്തിൽ മത്സരത്തിൽ സംഭവിക്കുന്ന മറ്റൊന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല കേട്ടോ, ദേശാഭിമാനിക്ക് മുമ്പ് ഞങ്ങളാണ് ഈ വാർത്ത അറിഞ്ഞത്, ഞങ്ങളാണ് ഈ വിവരം കേരളത്തോട് പങ്കുവെച്ചത് എന്ന് സാധാരണഗതിയിൽ പറയുന്ന ഒരു മാധ്യമം ഇത്തവണ മത്സരത്തിന് നിൽക്കാതെ വളരെ നൈസായിട്ട് അത് മറച്ചു വെച്ച് ഇതിനോടൊപ്പം പാട്ടുപാടാൻ കൂടി. അതിന് കാരണം ശരത്തേട്ടന് അറിയാം. കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെ മറ്റുള്ള സോ കോൾഡ് നിഷ്പക്ഷ മാധ്യമങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ്. അത് നമുക്ക് കുറച്ചാളായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ്. ലെറ്റസ് സേ ഇറ്റ് ഇസ് എ റിപ്പിൾ ഇഫക്റ്റ്. അത് കൺട്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാന്റിംഗ് ആണ് ഇപ്പോഴും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കൂ, നമ്മൾ 1000 വട്ടം തോറ്റാലും പറയാനുള്ളത് നട്ടല് നൂർത്തി പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ്. ഇവിടെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും പറഞ്ഞ കാര്യം നോക്കൂ, ദേശാഭിമാനിയുടെ ദേശാഭിമാനിയുടെ വാർത്തയാണോ അൾട്ടിമേറ്റ്? ഒരു ദേശാഭിമാനി അവതരിപ്പിക്കുന്ന ഒരാള് ദേശാഭിമാനിയുടെ എഡിറ്റർ നിൽക്കട്ടെ. ഒരു നിമിഷം ഈ കോണ്ടെക്സ്റ്റിൽ ഡോക്ടർ ഐസക് എന്തോന്ന് പറയാൻ കൈയുയർത്തിയിട്ടുണ്ട്. ഒരു നിമിഷം ലാലിലേക്ക് വരാൻ ഞാൻ, എന്നിട്ട് ശ്രീകുമാറിലേക്ക്. ഞാൻ ഈ പോയിന്റ് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ അതീവ ഗൗരവമായൊരു പ്രശ്നവും കൂടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുക. ഈ പോയിന്റ് തീർന്നോട്ടെ. ഇതുവരെ ചർച്ചയിൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാതിരിക്കുന്ന ഒരു പുതിയ പ്രശ്നം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ലാൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ലാൽകുമാർ. ഞാൻ ഓർത്ത് അദ്ദേഹത്തിന് ഞാനും അങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്ലാന്റിംഗ് നടക്കുന്ന പ്രോസസ്സ് ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ നോക്കൂ, ഇവിടെ ഡോക്ടർ ഐസക് പറഞ്ഞൊരു കാര്യം എന്താണ്? ഡോക്ടർ ഐസക് പറഞ്ഞത്, നിങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു കിട്ടുന്ന ആ ക്യാപിറ്റൽ ഗെയിനിനെ ഹൗ ആർ യു ഗോയിങ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്? എങ്ങനെയാണ് സ്റ്റേറ്റിന് ഗുണപ്രദമായ രീതിയിൽ ഇതിനെ മാറ്റുന്നത്? വാട്ട് ഈസ് യുവർ പ്ലാൻ എന്നുള്ളതാണല്ലോ ചോദ്യം. ഈ പറയുന്ന ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ആ ട്രാൻസ്ഫർ എന്താണ് ശരത്തേട്ടാ? ഷിയർ കോൺട്രാക്ച്വൽ വയലേഷനാണ് ആണോ? അതാ ഞാൻ പറഞ്ഞ സെബിയുടെ കയ്യിലേക്ക് ചെന്ന് സെബിയോട് സംസാരിച്ച ശേഷം തിരിച്ചു വരിക. സെബിയുടെ കയ്യിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു റെക്കമെൻഡേഷൻ വരികയാണെങ്കിൽ നോക്കൂ, ആ സെബിയിലേക്ക് അവർ പോയിട്ടില്ലെന്ന് വിചാരിക്കാം. അസ്യൂം ദാറ്റ് ആക്ഷൻ ഇസ് റിഡൻഡന്റ്. കാര്യം റിഡൻഡന്റാ, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം റിഡൻഡന്റാ. പൊളിറ്റിക്കലി അതിന് അർത്ഥം ഉണ്ടെങ്കിൽ പോലും ലീഗലി അതങ്ങ് വിടുക. ലീഗലി ഇപ്പോൾ ഒരു പോയിന്റ് ഇപ്പോഴത്തെ പോയിന്റിലങ്ങ് വിടുക. ഇവർക്ക് സ്റ്റേറ്റിൻ്റെ അകത്തോട്ട് റിക്വസ്റ്റ് വരികയാണ് ആണല്ലോ, അതങ്ങ് ഡിക്ലൈൻ ചെയ്താൽ പോരെ, ഡിനൈ ചെയ്താൽ പോരെ.
അതിനെന്തിനാണ് നിങ്ങൾ വേറെ കമ്മിറ്റിയെ വെക്കുന്നത്? ആ കമ്മിറ്റി എന്തിനാണ് വെക്കുന്നത്? അപ്പോൾ ആ കമ്മിറ്റി എന്താ കമ്മിറ്റി പരിശോധിക്കാൻ പോകുന്നത്? ഇത് ഇവർ വിറ്റോട്ടോ വിൽക്കണോ വിൽക്കണ്ടെന്നോ? ആ പരിശോധിക്കട്ടെ, ഒരു കമ്മിറ്റി പരിശോധിക്കട്ടെ എന്ന് പറയുന്നിടത്ത് ഇവർക്കിത് വിറ്റാ കൊള്ളാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു സേഫ് റൂട്ട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. ശരി, അത് നമുക്കെന്നെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു കോൺട്രാക്ച്വൽ വയലേഷൻ ഉണ്ടെങ്കിൽ ആരാണ് കോൺട്രാക്ച്വൽ വയലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്? ആ കോൺട്രാക്ച്വൽ വയലേഷൻ ഉണ്ടോ, വാട്ട് ഈസ് ദ റെമഡി ഫോർ ദ സ്റ്റേറ്റ് എന്ന് കണ്ടുപിടിക്കേണ്ടത് അഡ്വക്കേറ്റ്സ് ആണോ? അതിന് ചീഫ് സെക്രട്ടറിക്ക് എന്തറിയാം ഇതിനെക്കുറിച്ച്? ചീഫ് സെക്രട്ടറി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിച്ചിട്ടാണോ നിൽക്കുന്നത്? ഇവർ തമ്മിലുള്ള കോൺട്രാക്ട് ആക്ട് എങ്ങനെയാണ് കോൺട്രാക്ട് ആക്ടിനെ വയലേറ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സേഫ് റൂട്ട് ഉണ്ടാക്കി നമുക്ക് ആൾക്കാരുടെ കൈ പണിയിടാൻ എംപവേർഡ് കമ്മിറ്റി പഠിക്കും, അല്ലെങ്കിൽ മറ്റേ ഒരു വേറൊരു ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ഈ പഠിക്കും എന്നൊരു കാര്യം പറയുക. നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആ AGയുടെ അടുക്കലോട്ട് ചെന്ന് ചോദിക്കുക, വാട്ട് ഈസ് ദ റെമഡി? നിങ്ങൾക്ക് ഒരു കോൺട്രാക്ച്വൽ വയലേഷൻ ഉണ്ട്, ആ കോൺട്രാക്റ്റിൽ തന്നെ മിക്കവാറും ഒരു ആർബിട്രേഷൻ ക്ലോസ് കാണും, അല്ലെങ്കിൽ മറ്റേതൊരു ക്ലോസ് കാണും, ചിലപ്പോൾ സൂട്ടായിരിക്കും പറയുക. ഈ കാര്യത്തിലേക്ക് പോകാതെ ഈ പറയുന്ന എംപവേർഡ് കമ്മിറ്റിയെ വെച്ച് അതായത് സർക്കാരിന്റെ ഇന്റൻഷൻ വ്യക്തമാണ് എന്നാണ് ശ്രീകുമാർ മനസ്സിലായി. അതായത് അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞു വെക്കുന്നത് ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം, ഇന്റൻഷൻ വ്യക്തമാണ്.